ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ധന്യ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മടിയുള്ള ദിവസമാണ്, നല്ല മഴയും ഉണ്ട്. അപ്പോൾ ഒരു മോർണിംഗ് വ്ളോഗ് എടുക്കാമെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ കുളി കഴിഞ്ഞു, വിളക്കൊക്കെ കൊളുത്തി ചന്ദനത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് അപ്പോൾ ഇരിക്കുകയാണ്. ഇനിയൊരു ബെഡ് കോഫിയൊക്കെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബെഡ് കോഫി മീൻസ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചായയൊക്കെ കുടിക്കുന്നത്. ചായയല്ല, കാപ്പിയാണ് കുടിക്കുന്നത്. അപ്പോൾ ബാൽക്കണി വാതിലൊക്കെ തുറന്ന് ഒരു നല്ലൊരു കാപ്പിയൊക്കെ അവിടേക്ക് നോക്കിയിട്ടൊക്കെ കുടിക്കാമെന്നാണ് വിചാരിക്കുക. നല്ല രസമല്ലേ ഇങ്ങനത്തെ ഒരു രാവിലെ? എപ്പോഴൊന്നും കിട്ടാറില്ല, ചില ദിവസങ്ങളിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ബാൽക്കണിയിൽ ചെറിയ 2 ഇഞ്ചിയും തക്കാളി തൈയൊക്കെ കുഴിച്ചിട്ടുണ്ട്. മണ്ണല്ല കേട്ടോ, അത് ചകിരിച്ചോറിലാണ് കുഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ അതൊരു കൂടുതൽ കെയർ കൊടുക്കാറില്ല. ഇടയ്ക്കൊന്ന് നോക്കും പോയിട്ട്. ഒന്നത് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാറുമില്ല ഇത്. അപ്പോൾ ഫ്ലാറ്റ് നമ്മൾ വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് മണ്ണിലൊക്കെ കുഴിച്ചിട്ട് അങ്ങനെ നോക്കാമായിരുന്നു. ഇത് മണ്ണില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ചകിരിച്ചോറിലാണ് കുഴിച്ചിട്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു എനർജി ഇല്ലാത്ത പോലെയാണ് അതൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഇഞ്ചി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നന്നായിട്ടുണ്ടാകുന്നുണ്ടെന്ന്. എന്നാണ് ഞാനൊരു ക്യൂബായിട്ടാണ് മേടിക്കുന്നത്. ചകിരിച്ചോറ് ഓൺലൈനായിട്ടാണ് കേട്ടോ മേടിക്കുക. അപ്പം ഇന്നൊരു മഴയുള്ള ദിവസമാണ്, നല്ല രസം. ഇന്നലെ തുടങ്ങിയ കേട്ടോ മഴ കൂട്ടുകാരെ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ കാലാവസ്ഥ? ശ്രദ്ധിക്കണേ എല്ലാവരും. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഒക്കെ നോക്കണം. അയ്യോ പെരും മഴ. നല്ല സുഖമാണ് കിടന്നുറങ്ങാനൊക്കെ. പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മളെ പണികളൊന്നും നടക്കില്ല. ഇങ്ങനെ മഴയുള്ള ദിവസം പുറത്തേക്കൊക്കെ നോക്കി കുറച്ച് നേരം ഇരിക്കാം. പിന്നെ ഒരു മടിയൊക്കെയാണ് അടുക്കളയിൽ കയറണ്ടേന്ന്. അടുക്കളയിൽ കയറിയില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഓഫീസിലേക്കൊക്കെ പോകുമ്പോഴേക്കും ലേറ്റാവും ചെയ്യും. അപ്പോൾ നോക്കിയിരിക്കാനും പറ്റില്ല. നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് പോണ സമയത്ത് ഇതൊന്നും നോക്കാനും കൂടിയും പറ്റില്ല. ഇന്നൊരു മടിയുള്ള ദിവസം. എല്ലാവർക്കും അങ്ങനെയല്ലേ, ഇന്നും ഒരേപോലെ അല്ലല്ലോ ദിവസമൊക്കെ. കുറച്ച് നേരം നോക്കി രസമുണ്ട് കാണാൻ. മഴയും പെയ്യുന്നുണ്ട്. കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ നോക്കിയതിന് ശേഷം അടുക്കളയിലേക്ക് തിരിച്ചു വന്ന് നൂൽപുട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കുഴച്ച് വെച്ചു. ഞാൻ പൊടി വാങ്ങിയിട്ടാട്ടോ കുഴയ്ക്കാറ്, ഞാൻ ഉണ്ടാക്കാറൊക്കെ. മറ്റേ വീട്ടിൽ പൊടിക്കാനൊന്നും നിൽക്കാറില്ല. നന്നായി കുഴച്ചൊരു 10-15 മിനിറ്റ്, കൂടിപ്പോയ ഒരു അരമണിക്കൂർ അത്രയും ഞാനത് എടുത്ത് വെച്ചിട്ടാണ് പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കാറ്. അപ്പോഴേക്കും ഇത് കുഴച്ച് വരുമ്പോഴേക്ക് നമുക്ക് കറി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. ഞാൻ എൻ്റെ ഇഡ്ഡലി കുക്കർ കേടായപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ തട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ് കേട്ടോ. അപ്പം നൂൽപുട്ട് വെച്ചു. അപ്പോൾ വെച്ച് ആവിയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഏകദേശമായി. അതെന്താ മുകളിൽ നിന്ന് ഉണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കുറച്ച് ബാക്കി മാവ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് നമ്മുടെ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ടുണ്ടാക്കില്ലേ, അപ്പം അതുപോലെ ഉണ്ടാക്കി. ആരും പിന്നെ ബാക്കി വന്നാൽ ഒന്നും കഴിക്കില്ല. അപ്പം ഞാനിങ്ങനെ കുറച്ച് മധുരമൊക്കെ ആകുമ്പോൾ എല്ലാവരും കഴിക്കില്ലേ, അങ്ങനെ വിചാരിച്ച് അത് ഉണ്ടാക്കി. അപ്പോൾ ആവി വന്നിട്ടുണ്ട്. ഞാൻ ഇൻഡക്ഷനിലാട്ടോ ഇതൊക്കെ വെക്കാറ്. അപ്പോൾ ഇൻഡക്ഷൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് മുട്ടക്കറിക്ക് വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. മുട്ടയും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാട്ടോ ഞാൻ നൂൽപുട്ടിന് മുട്ടക്കറി ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റാണ്. ചിലപ്പോൾ ഞാൻ തേങ്ങ അരച്ചും കറി വെക്കാറുണ്ട്. ഇതിപ്പോൾ സിമ്പിളായിട്ട് എല്ലാം വഴറ്റിയിട്ട് അതിലേക്ക് മസാലപ്പൊടിയും പിന്നെ തേങ്ങാപ്പാലും ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് ഉടച്ച് വയ്ക്കുക. അതിൽ മുട്ട വേവിച്ചതിടുക. ഇതൊക്കെ തന്നെ നമ്മളെല്ലാവരും ചെയ്യണ പോലെ തന്നെ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യൽ കൂട്ടുകാരെ? പുതിയ രീതിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, നമുക്കൊന്ന് പരീക്ഷിച്ച് വെക്കാമല്ലോ. അപ്പം മുട്ടക്കറി റെഡി. പിന്നെ ഈ നൂൽപുട്ടിൻ്റെ ഒപ്പം ഫ്രൂട്ട്സും കഴിക്കാറുണ്ട് കേട്ടോ ഞാൻ. നൂൽപുട്ട് എന്നല്ല, ഏതൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ഒരു സിമ്പിളായിട്ടുള്ള ഫ്രൂട്ട്സും രാവിലെ നല്ലതാണ് കഴിക്കാൻ. അപ്പോൾ അതും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ
മോർണിംഗ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.